അഭ്യൂഹങ്ങൾക്കും ചർച്ചകൾക്കുമെല്ലാം അവസാനം കുറിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എം തൽക്കാലം ഇടതുമുന്നണിയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിലെ ചർച്ചകളായിരുന്നു. UDFിലേക്ക് കേരള കോൺഗ്രസ് എം പോകുമെന്നും കേരള കോൺഗ്രസ് എം ഒരു പക്ഷേ രണ്ടായി പിരിയുമെന്നുമൊക്കെ. എന്നാൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചില വാക്പോരുകൾ ഉണ്ടായെങ്കിൽ തന്നെയും അതൊക്കെ തന്നെ അതിജീവിക്കുവാൻ നേതാക്കന്മാർക്ക് കഴിഞ്ഞു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലെ പരാജയം മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ടായെങ്കിലും അതൊക്കെ അതിജീവിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. പ്രാദേശിക വികാരവും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പരാജയത്തിന് കാരണമെന്നാണ് മുതിർന്ന നേതാക്കന്മാർ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത്. എന്നാൽ തന്നെയും മധ്യ കേരളത്തിലെ നിർണായക ശക്തിയായ കേരള കോൺഗ്രസ് എം കൈവിട്ടു പോയാൽ അത് വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് ഇടതുമുന്നണിക്ക് അറിയാം, CPIM-നും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒപ്പം നിർത്തുവാൻ എല്ലാ അടവുകളും CPIM സ്വീകരിച്ചത്. അവസാന ഘട്ടത്തിൽ സ്മാരക മന്ദിരം പണിയുന്നതിന് വേണ്ടി KM മാണിയുടെ സ്മാരക മന്ദിരത്തിനായി 25 സെൻറ്റ് സ്ഥലം നൽകാൻ പോലും തീരുമാനം എടുത്തിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ. ആ തീരുമാനം തന്നെ ഒരു പക്ഷേ ഈ കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം നിർത്താൻ എന്ന് വേണം കരുതാൻ. കാരണം 6 വർഷം മുമ്പാണ് ഇത്തരത്തിൽ സ്മാരക മന്ദിരം പണിയുന്നതിന് വേണ്ടി ഒരു തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ എടുത്തെങ്കിലും പിന്നീട് ഭൂമി വിട്ടു നൽകുന്ന കാര്യത്തിൽ കുറച്ച് കാലതാമസമുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമ്പോഴേക്കും ഒരു കാരണവശാലും കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി വിട്ടു പോകില്ല എന്ന് CPIM-ന് നല്ലവണ്ണം അറിയാം. മാത്രവുമല്ല, ഏതെങ്കിലും കാരണവശാൽ കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി വിട്ടുപോയി കഴിഞ്ഞാൽ പാർട്ടി രണ്ടാകും. പ്രത്യേകിച്ചും എടുത്തു വേണ്ട പ്രധാനപ്പെട്ട കാര്യം മന്ത്രി റോഷി അഗസ്റ്റിൻ, ഒപ്പം പ്രമോദ് നാരായണൻ, അതുകൂടാതെ ജയരാജ്, ഈ 3 പേരും ഒറ്റക്കെട്ടായി ഇടതുമുന്നണിക്കൊപ്പം പോകും എന്ന് ഉറപ്പായിരുന്നു. മറ്റ് 2 MLA-മാരും ജോസ് കെ മാണിയുമായിരിക്കും ഒരു പക്ഷേ UDFിലേക്ക് പോകാനുള്ള സാധ്യത. കേരള കോൺഗ്രസ് രണ്ടായി പിരിഞ്ഞു കഴിഞ്ഞാൽ UDFിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് കാര്യമായ പരിഗണന കിട്ടില്ല എന്ന് ജോസ് കെ മാണിക്ക് തന്നെ പിന്നീട് മനസ്സിലായി. അതുകൊണ്ടാണ് തൽക്കാലം കേരള കോൺഗ്രസ് എം LDFിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനമെടുത്തത്. എന്തായാലും ചില അഭിപ്രായങ്ങൾ കേരള കോൺഗ്രസ് എമ്മിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയർന്നു വന്നിരുന്നു. LDFിന് എതിരെ അല്ലെങ്കിൽ CPIM-നെതിരെ പല സ്ഥലങ്ങളിലും കാര്യമായ തരത്തിൽ CPIM കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തില്ല എന്ന് ഉൾപ്പെടെയുള്ള ചില പ്രശ്നങ്ങളായിരുന്നു ഉയർത്തിക്കൊണ്ടുവന്നത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് കേരള കോൺഗ്രസ് എം നേതാക്കന്മാർക്കുള്ളത്. ഇനി ഏതെങ്കിലും കാരണവശാൽ പാർട്ടി രണ്ടായി UDFിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ലഭിക്കുന്ന പരിഗണന UDFിൽ കിട്ടില്ല എന്ന് കേരള കോൺഗ്രസ് എം നേതാക്കന്മാർക്കറിയാം. ഇപ്പോൾ 12 സീറ്റുകളാണ് LDFിൽ കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കുന്നത്. അത്രയും സീറ്റുകൾ ഒരു കാരണവശാലും കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ UDFിലേക്കോ എത്തിക്കഴിഞ്ഞ് ലഭിക്കില്ല എന്നറിയാം. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം കൃത്യമായും കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചത്. അതുമാത്രവുമല്ല, ഇനി ഏതെങ്കിലും കാരണവശാൽ കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി വിട്ടുപോയാൽ ജോസഫ് ഗ്രൂപ്പിനെ ഇടതുമുന്നണിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കം CPIM സമാന്തരമായി നടത്തിയിരുന്നു. ഇതിന് പ്രാപ്തമായ തരത്തിലുള്ള ചർച്ചകളും നടത്തിയെന്നുള്ള വിവരങ്ങളും പുറത്ത് വരുന്നുണ്ട്. അതായത് ജോസഫ് ഗ്രൂപ്പിനെ ഒപ്പം തിരിച്ചു കൊണ്ടുവരിക, നേരത്തെ ഒപ്പം നിന്ന ജോസഫ് ഗ്രൂപ്പിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ നീക്കം. അതായത് കേരള കോൺഗ്രസ് എം ഏതെങ്കിലും കാരണവശാൽ UDFിലേക്ക് പോയി കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സീറ്റുകളായിരിക്കും എമ്മിന് നൽകുക എന്ന തരത്തിലൊരു പ്രചാരണം നടത്തുകയും അതുവഴിയുള്ള ചർച്ചകൾ നടത്തുകയും ജോസഫ് ഗ്രൂപ്പിനെ UDFിൽ നിന്ന് മടർത്തി ഇടതുമുന്നണിയിൽ എത്തിക്കാനുള്ള നീക്കവും CPIM നടത്തിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇനി ആ നീക്കങ്ങളും അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് എം LDFിനൊപ്പം ഉറച്ചു നിന്ന് പോരാടും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്.